ഹലോ ഗൈസ്, വിജയ ലോക ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കേരള ടു ലഡാക്കിൻ്റെ 11ാമത്തെ ദിവസം. ഇപ്പോൾ രാജസ്ഥാനിലെ ബർച്ച എന്നൊരു സ്ഥലത്താണുള്ളത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഞാനിപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി NH ഇറങ്ങി. ഇപ്പോൾ ഈ ഒരു ടൗൺ ഏരിയയിലായിട്ട് ഒരു ശിവൻ്റെ സ്റ്റാറ്റ്യൂ കാണാനുണ്ട് വലുതായിട്ട്. നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ അങ്ങോട്ടായിക്കോട്ടെ. ബാക്കി കാഴ്ചകളൊക്കെ എന്തൊക്കെയാണെന്ന്, ഇന്നത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ കേരള ടു ലഡാക്ക്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലുണ്ട് ഇന്ന് രാവിലെ തന്നെ. ഇപ്പോൾ സമയം ഒരു 9:30 ആവുന്നേ ഉള്ളൂ. രാവിലെ 7-7:30 ഏകദേശം നല്ലൊരു വെയിലൊക്കെ ആയി ഇവിടെ. ഓക്കെ, അത് അങ്ങനെ ആ കുന്നിൻ്റെ അവിടെയായിട്ടാണ് ശിവ സ്റ്റാറ്റ്യൂ കാണുന്നത്. അതിനു മുമ്പ് നമുക്ക് പെട്രോൾ അടിക്കണം. നമുക്ക് ഒരു കുപ്പി വെള്ളം പെട്രോൾ പമ്പിൽ നിന്ന് സെറ്റാക്കണം. നമുക്ക് ആ റോഡ് ലെഫ്റ്റിലേക്കാവും. ലെഫ്റ്റിലേക്ക് റോഡ് കാണാനുണ്ട്. ആ റോഡിന് പോകേണ്ടി വരും. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഏകദേശം ഈ ഭാഗത്തൊക്കെ ആയിട്ട് തന്നെയാണ്. ഞാൻ മേലേക്ക് അങ്ങനെ കയറി. വണ്ടി എവിടെ പാർക്ക് ചെയ്യും? റൗണ്ടിൽ കയറാനാണോ? ഇതാ മെയിൻ റോട്ടിൽ നിന്ന് ഞാൻ മേലേക്ക് അങ്ങനെ കയറി. അവിടെ ഒരുപാട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ശ്രീകൃഷ്ണൻ്റെ വലിയൊരു രൂപം അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കണമല്ലോ. गाड़ी ओ शिवा हाँ 200 देखे उधर से नीचे रोड है, मेन रोड है. हाँ, ये ऊपर ये स्नोप चढ़ोगे और आधा स्नोप उतरोगे और गेट आ जाएगा. हाँ ഓക്കെ. അവിടെ പാർക്കിങ്ങിന് 200 രൂപ വാങ്ങുന്ന പറയുന്നത്. നമുക്കെന്തായാലും ജസ്റ്റ് ഒന്ന് നിർത്തി അങ്ങനെ അങ്ങോട്ട് കിടക്കാം. ഇതന്നെ സംഭവം. ആ കാണുന്ന വലിയൊരു ശിവൻ്റെ സ്റ്റാറ്റ്യൂ ഉണ്ടോ? അതന്നെ വലിയ സെറ്റപ്പിലാണ് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്. ആ സ്റ്റാറ്റ്യൂവിൻ്റെ മേലെ കയറാനൊക്കെ പറ്റും. പാർക്കിങ്ങിന് 200 രൂപ തരെ. ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെയൊക്കെ ടിക്കറ്റ് കൗണ്ടർ ക്യൂ നിൽക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് റോഡ് സൈഡിൽ കണ്ടപ്പോഴേ അങ്ങനെ അങ്ങോട്ട് വന്നേ ഉള്ളൂ. ശിവൻ്റെ സ്റ്റാറ്റ്യൂ നമ്മൾ കോയമ്പത്തൂർ മറ്റേ ആദിയോഗി അല്ലേ, അതിൻ്റെ അത്രയൊന്നുമില്ല. അത് ആദിയോഗി ഭയങ്കര ഇതല്ലേ, എത്ര 112 അടിയല്ലേ. ഇത് ശിവൻ ഇരിക്കുന്നൊരു സ്റ്റാറ്റ്യൂ. അങ്ങനെയാണത്. ഓക്കെ, നമുക്ക് നമ്മുടെ കേരള ടു ലഡാക്ക്. അപ്പോൾ ഈ വഴി വരുന്നവർ അതിനുള്ളിലൊക്കെ കയറണം, എക്സ്പ്ലോർ ചെയ്യണം, അങ്ങനെയൊക്കെ പ്ലാൻ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ വരാം. മെയിൻ എൻട്രൻസ് ഇവിടെയാണ്. ഓക്കെ, ശിവൻ അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ ഓക്കെ, ഇതാ ശിവൻ്റെ സ്റ്റാറ്റ്യൂ. അത് ഫ്രണ്ട് കണ്ടിവിടെ. ഞാൻ റോട്ടിൽ കൂടെ അങ്ങനെ റൗണ്ട് അടിച്ച് വന്നപ്പോഴേ അങ്ങനെ വലിയ കച്ചറില്ലാത്ത ഒരു കുളം, അത്ര വേസ്റ്റൊന്നുമില്ല. ഇതാ ലോങ് കാണാനാണ് ആ വലിയ ശിവൻ്റെ സ്റ്റാറ്റ്യൂ. കണ്ടോ 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 കണ്ടോ.
അടുത്ത നമുക്ക് പെട്രോൾ അടിക്കാം. ഇത് വലിയൊരു സിറ്റിയാണിത്. പെട്രോൾ എല്ലാവരും ചോദിക്കും എനിക്ക് ഫുൾ അടിച്ചുകൂടെ, കമൻറ്റിൽ ഇങ്ങനെ കാണാൻ. ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ ചാർത്തോ, ഞാൻ പറയണതേ എങ്ങനെയാണെങ്കിലും ഓടിച്ച് തന്നെ ചിലവാകുള്ളൂ. ഇപ്പോഴാണെങ്കിൽ ഡെയിലി പെട്രോൾ അടിക്കണം. എങ്ങനെയാണെങ്കിലും പെട്രോൾ അടിക്കണം, ഇപ്പോൾ ചിലവുള്ളത് തന്നെയാണ്. അപ്പോൾ ഒറ്റയ്ക്ക് അടിച്ചിട്ട് ഇപ്പോൾ എന്താ, ആ പൈസ അക്കൗണ്ടിൽ കുറച്ച് ദിവസമെങ്കിലും ഇരുന്നോട്ടെ അല്ലേ, ഒറ്റയടിക്ക് പോകണ്ട. നല്ല തിരക്കുള്ളൊരു സിറ്റിയാണ്. ഇവിടെ നിന്നൊന്ന് ഒഴിവായി കിട്ടണം. ഒക്കെ പഴയ മലയോര പ്രദേശങ്ങളാണ്, അതാണ് പിന്നെ സിറ്റി ആയത്. അവിടെ പഴയൊരു സ്തൂപം പോലെ കണ്ടില്ലേ? ഇനി ഗൂഗിൾ മാപ്പ് നോക്കണം, ഇനി ശരിക്കും എങ്ങോട്ടാണോ പോകേണ്ടത്. നേരെ പോയി നോക്കാം. മേൽപ്പാലം കാണുന്നുണ്ട്, മെയിൻ റോഡ് അതാ തോന്നണം. നേരെ പോയി നോക്കാം. എന്നിട്ടൊന്ന് ഈ തിരക്ക് ഒഴിഞ്ഞിട്ട് ഏകദേശം തിരക്കൊക്കെ സെറ്റായി. എന്തായാലും ഇനി ഒരു ചായയെങ്കിലും കുടിക്കാൻ നോക്കാം. ഇവിടെ ചായ ഇല്ല. ഭയ്യ ചായ? ആ എന്തൊരു സമൂസ, പിന്നെ എന്തൊക്കെയോ ഒരു ഇതൊക്കെയാണ്. ഓക്കെ, നമുക്ക് സമൂസ ഒന്നും വലുതായിട്ട് കഴിക്കണ്ട, വലിയ ഹൈജീനിക്കൊന്നും അല്ല സംഭവം. റോഡ് സൈഡിൽ പൊടി അടിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. തൽക്കാലം ഒരു ചായ കുടിക്കാം. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ചെറിയൊരു ചായ കുടിച്ച് ആ രണ്ടുപേരും ഇങ്ങനെ എന്നോട് ചോദിക്കുക, കേരളത്തിൽ നിന്നാണോ വരുന്നത്, ഒറ്റയ്ക്കാണോ പോണത്, അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ നോക്കിയിരിക്കുകയാണ്. ഓക്കെ, ഈ റൂട്ട് തന്നെയാണ്. ഞാൻ ആ സിറ്റിയിൽ വന്നപ്പോൾ എനിക്ക് തെറ്റിയോന്ന് വിചാരിച്ച്, തെറ്റിയിട്ടില്ല. ഇതന്നെ റൂട്ട്. ഈ റൂട്ടിനങ്ങോട്ട് കുറച്ച് പോവാം. രാവിലെ 10-10:30 ആവുന്നുള്ളൂ. വെയിലിനൊക്കെ നല്ല ചൂടായിട്ടാണ്. രാജസ്ഥാനല്ലേ. ഓക്കെ, നമ്മൾ പെട്രോൾ പമ്പിൽ നിന്ന് വെള്ളം എടുത്തില്ല. അവിടെ നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഞാൻ പെട്രോൾ അടിച്ചിട്ട് അവിടുന്ന് ആ സിറ്റിയിൽ നിന്ന് വിടാനുള്ള പ്ലാനിൽ അടുത്ത പമ്പിൽ നമ്മൾ വെള്ളം എടുക്കണം കുടിക്കാൻ. വെള്ളം നല്ല കുടിക്കണം കേട്ടോ. ബൈക്ക് ട്രാവൽ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കാനാണ്. ബൈക്ക് നല്ല വെള്ളം കുടിക്കണം. പ്രത്യേകിച്ച് ഇതാ ഇവിടെയൊക്കെ എത്തിയിട്ട് രാജസ്ഥാനിലൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. നല്ല ചൂടാണ് ഇവിടെയൊക്കെ. ഓക്കെ, നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കുകയും വേണം. ഞാൻ ചെറുതായിട്ടൊരു ചായ കുടിച്ചുള്ളൂ. പിന്നെ അവിടുത്തെ റോഡ് സൈഡിലൊക്കെ ആയ കാരണം അത്ര വലിയ വൃത്തിയൊന്നും ഇല്ല അവിടെ. അതുകൊണ്ടൊന്ന് കഴിക്കണ്ടെന്ന് വിചാരിച്ചു. നമുക്ക് വല്ല ബേക്കറിയിൽ നിന്ന് വല്ല പാക്കറ്റ് വല്ല ഐറ്റംസുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. ഇവരുടെ കുക്കിംഗ് അത്ര ചിലയിടത്തൊന്നും കുഴപ്പമില്ല കേട്ടോ, പറ്റ മോശമാണെന്നല്ല പറയണത്. പക്ഷെ ഞാൻ വണ്ടി നിർത്തിയ സ്ഥലത്ത് അത്ര പോരാ. റോഡ് സൈഡിലൊക്കെ കണ്ടാകെ നമ്മുടെ രാജസ്ഥാൻ മാർബിൾ ഗ്രാനൈറ്റൊക്കെ ഒരുപാട് ഷോപ്പുകൾ ഈ റോഡ് സൈഡിലുണ്ട് കേട്ടോ. എന്താണ് മാർബിൾ ഇവിടെയൊക്കെ ഉണ്ട്. റോഡ് സൈഡിലൊക്കെ മാർബിളിൻ്റെ
ഇതാ ഇവിടെ കണ്ടില്ലേ, ഒക്കെ രാജസ്ഥാൻ മാർബിൾ. ഇവിടുന്ന് കയറ്റുമതി ചെയ്തിട്ടല്ലേ നമ്മളവിടേക്കൊക്കെ വരുന്നത്. ഇവിടെയൊക്കെ ഇത് ഇഷ്ടംപോലെ കിട്ടാനുണ്ട്. കണ്ടില്ലേ, ട്രാക്ടറിലൊക്കെ കയറ്റി കൊണ്ടുപോകണം. വലിയ വലിയ കല്ലുകളാണ്, സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്ത്. കുറച്ച് വെള്ളം എടുക്കുക, ഒരു പമ്പിൽ നിന്ന് വെള്ളം എടുക്കാമെന്ന് വിചാരിച്ച് കുടിക്കാൻ. ഓക്കേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ റോഡിൻ്റെ 2 സൈഡിലും മാർബിളിൻ്റെ ഷോപ്പുകളാണ്. പിന്നെ ഓരോ മാർബിൾ കൊണ്ടുള്ള കൊത്തുപണികളൊക്കെ ചെയ്ത ഓരോ സാധനങ്ങളുടെ ഷോപ്പുകൾ. അങ്ങനെ ഏകദേശം 1.5 കിലോമീറ്ററോളം അത് തന്നെയാണ് റോഡ് സൈഡിൽ. അടിപൊളി. അങ്ങനെ ഒന്ന് സൈഡാക്കി വീണ്ടും നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറുകയാണ്. ചായ ഹേ ചായ. അപ്പോൾ നമുക്കൊരു ചായയും കുടിച്ച് ഒരു ബിസ്ക്കറ്റ് കഴിച്ചാലോ. ഓക്കെ, ഒരു ബിസ്ക്കറ്റും കഴിച്ച് അങ്ങനെ ഒന്ന് റീചാർജ് ആവാം. അങ്ങനെ ഒരു ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സിലാണ് ചായ. ഇത് 1 ടൈം യൂസ് മാത്രമാണല്ലേ. ഇത് കഴിഞ്ഞാൽ ഉടച്ച് കളയുന്ന തോന്നുന്നു. അത് കഴുകി യൂസ് ചെയ്യുമോ? കുറേ അവിടെ ഉടഞ്ഞെടുക്കണ കാണാനുണ്ട്. പിന്നെ ഇവിടുത്തെ ചായയിൽ ഇഞ്ചി ഇടും. ഇഞ്ചി ചതച്ചിട്ട് ആ പാത്രത്തിലിട്ട് തിളപ്പിക്കും. ചായ കുഴപ്പമില്ല. ചായയും കുടിച്ച് 2 ബിസ്ക്കറ്റും തിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ 2-3 ബിസ്ക്കറ്റും കുറച്ച് നാരങ്ങ മിഠായി പോലത്തെ ഇവിടെ ഉണ്ട്. നാരങ്ങ മിഠായി വാങ്ങിയിട്ട് ഒന്നുമല്ല, പല കുട്ടികളെ എങ്ങനെയെങ്കിലും കണ്ടാലൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച്. എവിടെയെങ്കിലും ഇരിക്കുമ്പോഴോ നല്ല വില്ലേജ് ഏരിയയിലൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ആരെങ്കിലും കാണുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇന്നലെ ഞാൻ വിചാരിച്ചു, പക്ഷേ എൻ്റെ ബാഗിലുണ്ടായിരുന്നില്ല. ഓക്കെ, അങ്ങനെ സൈഡാക്കിയിട്ട് റൈഡർ. വീഡിയോ യൂട്യൂബ് VJ ലോക ഡയറീസ്. फोन है? आपको सब्सक्राइब करना है? करूँ मैं? हाँ करो. लेके आऊँ फोन? फोन लेके आऊँ? हाँ. അവൻ ഫോൺ എടുത്തോണ്ടില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറയണേ. ഇവിടെയൊക്കെ റോഡ് സൈഡിൽ കണ്ടില്ലേ മൺപാത്രങ്ങൾ, നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, ഇതൊക്കെ ഉണ്ട് ഓരോ പാത്രങ്ങളൊക്കെ, സംഭവം രസമുണ്ട്. ഹാ, അവന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണത്. അവന് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്ത് ഓരോ പാത്രങ്ങളൊക്കെ കണ്ടില്ല ഉണ്ടാക്കി വെച്ചിരിക്കണേ. ഒരു മാർക്കറ്റാണ്. ये जगह का नाम क्या है? गोमती चौराया, राजसमंद गोमती चौराया. हाँ हाँ, ഡോംചി ചോര അങ്ങനെ എന്തോ സ്ഥലം. അവൻ പറയണത് ഇവിടെയൊക്കെ ഒന്നുകൂടി കാണിച്ചു തരാന്നാണ് പറയണത്. ഓ अच्छा, घर किधर है? हमारा घर इस तरफ पे गोमती से थोड़ा आगे. हाँ, अच्छा है.
അങ്ങനെ ഇതാണ് അവൻ്റെ ഷോപ്പ്. ആ വടികൾ കണ്ടില്ലേ, ആ മരത്തടികൾ, അത് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നാണ് പറയണത്. അടിപൊളി. അങ്ങനെ അവരുടെ ഷോപ്പിൽ നിന്ന് പോവുകയാണ്. नाम क्या है आपका? नारायण. हाँ, केरला के ऐसा नाम ज़्यादा है, नारायण. हाँ, नारायण ऐसा नाम ज़्यादा है केरला में. आपका नाम क्या है? नर्मदा देवी प्रजापति. हाँ, ओके ठीक है, मैं जाएगा, मैं कश्मीर जाएगा, कश्मीर लद्दाख. ओके ठीक है. श्रेयदेव माई. हाँ, माता जी कुलदेवी माता जी. हाँ कुलदेवी माता जी. हाँ. सिरादेव. हाँ. सिरादेव माता. हाँ ओके ठीक है ठीक है. बर्तन मिलता है. बर्तन भंडार. बर्तन भंडार बढ़िया. पानी दिया. ഓക്കെ ടീക്ക് हाँ. മെഞ്ചായക. അങ്ങനെ നമ്മൾ അവിടുന്ന് പോവുകയാണ് സുഹൃത്തുക്കളെ. ജസ്മൻ ഈ പുരാന പോലെ അവന് കണ്ണാട ഉണ്ടോയെന്ന് ചോദിച്ചു. കണ്ണാട ആ കിട്ടി. ब्लॉगर है. नाम चैनल का ब्लॉगर है, ये यूट्यूब पे ब्लॉग है. ओके दे दो. हाँ. ओ पुराना वाला है. ठीक है. കണ്ണാട ഏതെങ്കിലും കണ്ണാട ഉണ്ടോ ചോദിച്ചു. അപ്പോൾ എൻ്റെ ഒരു പഴയ കണ്ണാടയാണ്. അങ്ങനെ അവനത് കൊടുത്തു, അവനെ ഹാപ്പി ആയി. ഓക്കെ നാരായൺ ബൈ ബൈ. क्या नाम है? गणेश. हाँ केरला में ऐसा नाम ज़्यादा है, गणेश नारायण. ठीक है जाएगा. അവനോട് ഞാൻ പറഞ്ഞേ 5-6 ദിവസം കഴിയുമ്പോൾ നീ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവനാകെ നാണായി. അവൻ്റെ കടയൊക്കെ ഷോപ്പൊക്കെ എടുത്തല്ലോ. അവനുണ്ട്. ഇവിടെ നല്ല വെയിലാണ്, പക്ഷേ മരങ്ങൾ കാറ്റൊക്കെ ചെറിയ രീതിയിലുള്ളതുകൊണ്ട് അത്ര അതറിയണില്ല, കുഴപ്പമില്ല. നല്ല വെയിലുണ്ട്. ഓക്കേ, ഇവിടെ എന്താ റോഡ് പണി, എന്താ റോഡ് പണിയാണ്, റോഡ് പണി. അങ്ങനെ ഒന്ന് സൈഡാക്കിയിട്ടോ. ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നേ, ശരിക്കും പറഞ്ഞാൽ 3 കാലാവസ്ഥയിലൂടെയാണ് യാത്ര. ഇപ്പോൾ രാജസ്ഥാനിലെത്തിയപ്പോൾ നല്ല വെയിൽ, ചൂട്. കേരള ടു ലഡാക്ക് യാത്ര തുടങ്ങിയത് നമ്മുടെ കേരളത്തിലാണെങ്കിലും മഴയായിരുന്നു. ജൂലൈ അല്ലേ, ജൂലൈയിൽ നല്ല മഴ. കർണാടക എത്തിയപ്പോഴും മഴ, ഗോവയിലാണെങ്കിലും മഴ, മഹാരാഷ്ട്രയിലാണെങ്കിലും ആകെ മഴ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, പ്രളയമൊക്കെ ആയിട്ട് ആകെ അടിപൊളി എന്നൊന്നും പറയാൻ പറ്റില്ല, ദുരിതം. അങ്ങനെ ഒരു വൈബൊക്കെ ആയിട്ട് നമ്മുടെ മഹാരാഷ്ട്രയിൽ. അത് കഴിഞ്ഞ് ഗുജറാത്തിലെത്തിയപ്പോൾ നോർമൽ വെയിൽ, കുഴപ്പമില്ല. രാജസ്ഥാനിലെത്തിയപ്പോൾ നല്ല വെയിൽ, നല്ല ചൂട്. പക്ഷേ കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. വലിയ ചൂട് അങ്ങനെ ഏൽക്കുന്നില്ല, കാറ്റുണ്ട്, പക്ഷെ എന്നാലും നല്ല വെയിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇനിയിപ്പോൾ വരാൻ പോണത് പഞ്ചാബ് കഴിഞ്ഞ് കാശ്മീർ, അവിടെ എത്തിയ തണുപ്പ്. അതായത് 3 കാലാവസ്ഥയിലൂടെ, മഴ, വെയിൽ, മഞ്ഞ്, അങ്ങനെ 3 കാലാവസ്ഥയിലൂടെയാണ് ഈ യാത്ര. ഓക്കെ, അപ്പോൾ അങ്ങനെ NH-ലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒന്ന് സൈഡാക്കണോ, ഏതായാലും നട്ടുച്ചല്ലേ, ഒന്ന് സൈഡാക്കിയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വല്ല കഴിക്കാനൊക്കെ പറ്റുകയാണെങ്കിലോ. പിന്നെ നമ്മൾ വില്ലേജ് ഏരിയയിലേക്ക് പോകണം. അപ്പോൾ ഒന്ന് വെയിൽ അറിയിട്ട് നമ്മൾ വില്ലേജ് ഏരിയയിലേക്ക് പോകും. രാജസ്ഥാനിലെത്തിയപ്പോൾ ഒന്ന് വൈബായി, കാരണം ഗുജറാത്തിലൊക്കെ പക്ക ലോക്കൽ ഏരിയയാണ്. എന്നാലും കുഴപ്പമില്ല, വില്ലേജിലേക്ക് പോകുകയാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എന്നാലും അവിടെ വളരെ ഒരു മോശം അന്തരീക്ഷമൊക്കെയാണ്. രാജസ്ഥാൻ പിന്നെ ഒരു വൈബൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വില്ലേജ് ഏരിയയിലേക്ക് പോകാൻ നോക്കണം. കുറേ പേരെയൊക്കെ നമ്മളിങ്ങനെ പരിചയമാവും അല്ലേ, യാത്രകൾ അങ്ങനെയാണ്. ഓക്കെ, കൂടുതൽ എങ്ങോട്ട് നോക്കിയാലും മാർബിളിൻ്റെ കഷ്ണങ്ങളാണ്. പിന്നെ അങ്ങനെ വലിയ കുന്ന് ഏരിയ, മാർബിളിൻ്റെ ഓരോ പീസുകൾ അങ്ങനെയൊക്കെയാണ്. അതേ ഒരു ലോറിയിൽ പോകണമൊക്കെ വലിയൊരു മാർബിളിൻ്റെ പീസ് കൊണ്ടുപോകണം കേട്ടോ. അങ്ങനെ കുറേ ലോറികളുണ്ട്. ഇതിനെ കൊണ്ടുപോയിട്ട് സ്ലൈസായി അങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെയാണ്. വലിയ പീസാണത്, വലിയ 3 പീസുകൾ
എന്താല്ലേ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെയൊക്കെ അങ്ങനെ ഒരു നല്ലൊരു ഏരിയയാണ്. കല്ലുകൾ, അങ്ങനത്തെ കല്ലുകളൊക്കെ കിട്ടണം. നമ്മൾ കഞ്ഞി ഉണ്ടാക്കാൻ പോവുകയാണ്. അതെ, നമ്മുടെ അടുക്കള പുകയാൻ പോകുന്നു. അതിൽ കുറച്ച് ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ. നമ്മൾ കഞ്ഞിയൊന്നും ഇതുവരെ വെച്ചിട്ടില്ല. ഓക്കെ, ഞാൻ നല്ലൊരു കുഴപ്പമില്ലാതൊരു റോഡ് സൈഡിലൊരു കടയുടെ അവിടെ ഇങ്ങനെ കണ്ടപ്പോഴേ കുറച്ച് കഞ്ഞി ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. കേരളത്തിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം കുറച്ച് വറ്റ് നിന്നിട്ട് ദിവസങ്ങളായി. എന്തായാലും ഒന്ന് ബാഗിൽ നിന്നൊന്ന് സാധനങ്ങളൊക്കെ കൊടുത്തൊന്ന് സെറ്റ് ചെയ്യട്ടെ. ഇത് ജസ്റ്റ് ഒന്ന് അഴിച്ച് ബാഗൊന്നും ഇറക്കണില്ല. ബാഗ് ഇറക്കാതെ തന്നെ ജസ്റ്റ് ഒന്ന് അഴിച്ച് നമുക്ക് അപ്പം അത്യാവശ്യം പാത്രവും അരി എടുക്കുക. അച്ചാറുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു പരിപാടി. അരി എടുത്തു. അരി ഒന്ന് കഴുകാം. പെട്ടെന്ന് വേവാണാവോ, അല്ലെങ്കിൽ ആ ഗ്യാസും കുറ്റി മൊത്തം തീരുകയാണാവോ, എന്തായാലും കണ്ടറിയാം. നമുക്കൊരു കഞ്ഞിയായി കിട്ടിയാൽ മതി. അങ്ങനെ ഇതാ അരി അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്. എത്ര മിനിറ്റ് കൊണ്ട് വേവാവോ? ഇപ്പോൾ ഉച്ച നേരം കേട്ടോ, 1:35. അങ്ങനെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് കഴിക്കാം. കുറച്ചും കൂടി വേവാനുണ്ട്, പക്ഷെ കുഴപ്പമില്ല. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ കഞ്ഞിവെപ്പൊക്കെ കഴിഞ്ഞ് खाया बाद में आएगा आएगा ആളെന്നെ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ വിളിച്ചതാണ്. ഞാൻ ഇവിടെ വന്ന് കഞ്ഞിയൊക്കെ വെച്ച് കുടിച്ച് അതിന് ശേഷമാണ് കണ്ടത്. ആൾ പറഞ്ഞ് നാസ്ത എന്തെങ്കിലും കഴിച്ചിട്ട് പോവാന്ന്. ഞാൻ കഴിച്ച് പിന്നെ നോക്കാം, പിന്നെ പറ്റിയാൽ നമുക്ക് കാണാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും NHലേക്ക് ഒരു റൈഡർ ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ. ആള് രാജസ്ഥാൻകാരനാണ്. ചേട്ടാ ആളെന്തോ പറയണ്ട്, ക്ലിയർ ആവണില്ല. അപ്പോൾ ഒന്ന് സൈഡാക്കാം. हाँ Returning from Ladakh. नो जाएगा. You're from Kerala. केरला. When did you start? आज 10 days है. 10 days ago. Long ride. आप किधर है? I'm from Bengal. हाँ But I stay in Jaipur. हाँ. अभी किधर गया? Abhi we had a ride sponsored by Hero. हाँ So I just got late, so everyone left. हाँ. So we went to Kumbhalgarh. कुंभलगढ़. This is like a hill, small hill. हाँ It's close to Udaipur. उदयपुर. हाँ From here, somewhere around 80 kilometers. हाँ हाँ. Returning today. Yesterday we came. ओके ओके. So your vlog is विजय लोका डायरीज. Vijay Loka Diaries. ओके ओके. ആള് പോയി. ആളെന്താ പറഞ്ഞു, ഉദയപൂരിനടുത്തുള്ള ഏതോ ഒരു സൈറ്റിലേക്ക് പോയതാണ്, ഒരു മൗണ്ടിൻ്റെ അവിടെ, അങ്ങനെ എന്തോ പറഞ്ഞു തോന്നുന്നു. ആള് റിട്ടേൺ പോവുക തോന്നുന്നു. ഓക്കെ. ചെമ്മരിയാടിൻ കൂട്ടം, ശരിക്കും ചെമ്മരിയാട്. ഫോട്ടോ ഒരു പയ്യനെ അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു വെളുത്ത പോണത് ചെറുത്. നമുക്കൊരു ചായ കുടിച്ചിട്ട് ഇനി തുടങ്ങാം.
ഒക്കെ വില്ലേജ് ഏരിയ കൂടെ തന്നെയാണ് യാത്ര. ഒരു വീഴ്ചക്കാരെ ഇരിക്കാനുണ്ട്. നല്ല വൈബുള്ള സ്ഥലം തന്നെയാണ് രാജസ്ഥാൻ. ശരിക്കും രാജസ്ഥാൻ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശരിക്കും ഒരു ദിവസം വരണം. ഫുള്ള് വില്ലേജ് ഏരിയ കൂടി. ഓക്കെ നമുക്ക് ചായ പഠിക്കാം. कॉपी है भाई, कॉपी है? हाँ കോപ്പി കുടിക്കാം. അങ്ങനെ കോഫി വന്ന് ഞാൻ സാധനമേ മധുരമുള്ളതായി അയച്ചു, നീളമുള്ള മധുരമുള്ളതായി അയച്ച് നോക്കുമ്പോൾ ഉപ്പ് വേണ്ടായിരുന്നു. കാപ്പി കുഴപ്പമില്ല, പക്ഷെ അത് ഞാൻ ചെറിയൊരു മധുരമുള്ളതാണെന്ന് ചോദിച്ചോ അത് ഉപ്പ്. നമ്മളവിടെ ഇങ്ങനത്തെ കിട്ടില്ല, അത് നീളമുള്ള കുറച്ച് മൈദ തന്നെയാണ്. അവിടെ പപ്സിൻ്റെ ഒക്കെ അതില്ല, അതേപോലത്തെ സാധനം ഉപ്പുള്ളത്. അവിടുന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. റോഡിലൊക്കെ പശുക്കളാണ്, എല്ലാവരും വീട്ടിലുണ്ടാവും ഒരുപാട് പശുക്കൾ. ഫുള്ള് മല തുരന്നിട്ടാണ് റോഡൊക്കെ. ഇത് കിലോമീറ്ററുകളോളം ഫുള്ള് മലഞ്ചെരുവ് അങ്ങനെ പ്രദേശങ്ങളാണ്. കണ്ടില്ലേ? ഒന്ന് സൈഡാക്കിയാലോ. നല്ലൊരു ഇരിപ്പിടമൊക്കെ ഉള്ളൊരു സ്ഥലം കണ്ടപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്. ഇപ്പോൾ നല്ല മരം. ഓക്കെ, ഇവിടെ സൈഡാക്കാം. അങ്ങനെ ഇവിടെ ഒന്നതാ സെറ്റായിട്ട് വന്നിരുന്നു, ഒരു വലിയൊരു പാറ, അതിൽ മേലെ കണ്ടിരുന്നു. അപ്പോൾ കുറച്ച് എഡിറ്റിംഗ് വർക്കുകളുണ്ട്, അതെന്തായാലും ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ചിലർ ചോദിക്കുന്നത് വീഡിയോ എന്താ വരാത്തത്? കാരണം ഞാൻ എന്തായാലും ഓരോ ദിവസം ഗ്യാപ്പിൽ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ടില്ല, മെഞ്ഞാന്നായിട്ടിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ഇടേണ്ടതാണല്ലോ. ചില വീഡിയോ ഒക്കെ അടുപ്പിച്ചിടാറുണ്ട്. ഓക്കെ, എന്തായാലും ഇവിടെ കുറച്ച് നേരം. അങ്ങനെ ഇതാ ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് പോവുകയാണ്. തണൽ തന്ന മരമേ നിനക്ക് നന്ദി. ഓക്കെ, ഈ ഒരു സ്ഥലത്തുനിന്ന് പോവുക. എന്ത് കൊഞ്ഞനം കാണിക്കേ, കുറേ ഉണ്ടല്ലോ. പോത്ത് അങ്ങനെ വീണ്ടും ഒരു സായാഹ്നം. സമയം 5:45. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ 5 മണിയായിട്ടാണ്. ഏകദേശം ഒരു 40-40 മണിക്കൂർ കൊണ്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ വീഡിയോ ഇന്ന് ഇടാനുള്ളതാണ്. അങ്ങനെ വൈകുന്നേരമായി മക്കളെ. നല്ല വില്ലേജ് ഏരിയ കൂടെ മലയോര പ്രദേശങ്ങളിലൂടെയുള്ളൊരു യാത്ര അടിപൊളിയാണ്. അത് അവർ വിശേഷം തിരക്കിയതാ ലഡാക്കിലേക്കാണോ എന്ന്. അങ്ങനെ നല്ലൊരു അടിപൊളി സ്ഥലത്ത് കൂടിയാണ് യാത്ര. നമ്മളിനി ഒന്ന് സൈഡാവാൻ നോക്കണം. ഇന്നത്തെ ദിവസം ഇതാ ഈവനിങ് ആയി, നൈറ്റ് അവറായി. ഇന്നലത്തെ പോലെ നൈറ്റ് വരെ വണ്ടി ഓടിച്ചിട്ട് ലാസ്റ്റ് പോയി റൂം എടുക്കേണ്ട അവസ്ഥ ആവരുത്. ഓക്കെ, നമുക്കൊന്ന് വില്ലേജ് ഏരിയ കൂടെയൊക്കെ ഒന്ന് നോക്കി നോക്കാം. ഇതൊക്കെ വില്ലേജ് ഏരിയ തന്നെയാണ് ഈ സൈഡൊക്കെ. ഓക്കെ, അങ്ങനെ മക്കളെ ടെൻ്റ് അടിക്കാൻ പോവുകയാണ്. ഞാനൊരു പെട്രോൾ പമ്പിൽ ചോദിച്ച് വരുന്ന വഴി, അതായത് കൃഷ്ണാന്ത് അങ്ങനെ ഒരു സ്ഥലം എത്തുന്നതിന് മുന്നേ, നമ്മൾ ജയ്പൂരൊന്നും എത്തിയിട്ടില്ല, അതിന് മുമ്പേ ആയിട്ട് ഒരു സ്ഥലം, ഒരു പെട്രോൾ പമ്പ് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ ഗ്രൗണ്ടിൻ്റെ അവിടെ ബാക്കിലായിട്ട് ടെൻ്റ് അടിച്ചോ എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഞാനിതാ ഇവിടെ ടെൻ്റ് അടിക്കാമെന്ന് വിചാരിക്കുന്നു. കുറച്ചൊരു സൈഡിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. മറ്റേ ടാങ്കർ ലോറിയൊക്കെ ഇനി ഇവിടെ പാർക്ക് ചെയ്യാൻ വന്നാൽ അതിന് സ്ഥലം വേണമല്ലോ. അപ്പം ഞാൻ കുറച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇവിടെ ആയിട്ട്
ടെൻ്റ് അടിക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ടെൻ്റ് അടിച്ചിട്ട് കാണാം. അങ്ങനത്തെ ടെൻ്റൊക്കെ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. വണ്ടി അവിടെ പാർക്ക് ചെയ്ത് കവർ ചെയ്തിട്ടു. ടെൻ്റ് ഇതാ ഇവിടെ ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, വണ്ടികളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങോട്ട് പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ കുറച്ച് കൊമ്പൻ ജില്ലയ്ക്ക് ഈ സൈഡിലുള്ള കാരണം ഇങ്ങോട്ടേക്ക് അങ്ങനെ വരില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഉറക്കം ഇതിനുള്ളിൽ. അങ്ങനെ മക്കളെ ടെൻ്റൊക്കെ സെറ്റാക്കി ഉള്ളിൽ കയറി. ചെറിയ ചൂടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് തൽക്കാലം തുറന്നിട്ടിരിക്കും. ഇനി ഉറങ്ങുമ്പോൾ മാത്രം ഈ നെറ്റ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ മറ്റേ നെറ്റ് ഇട്ടാൽ മതി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ലൈറ്റൊക്കെ ഉണ്ട്, ഫുൾ സെറ്റപ്പാണ്. സോളാറിൻ്റെ ലൈറ്റ് ഉണ്ട്, പിന്നെ ടോർച്ച് ഉണ്ട്. ഇനി അതിൻ്റെ പവർ കഴിഞ്ഞാൽ നമുക്ക് മെഴുകുതിരി ഉണ്ട്. ടെൻറ്റിൻ്റെ ഉള്ളിൽ മെഴുകുതിരി കത്തിക്കാൻ ഉദ്ദേശമില്ല, എന്നാലും 2 ടോർച്ച് ഉണ്ട്, 3 ടോർച്ച് ഉണ്ട്, പിന്നെ മൊബൈലുണ്ട്. ഇപ്പോൾ സമയം 8 മണിയായിട്ടുള്ളൂ. അതാണ്. ഇനിയൊന്ന് ഉറക്കം കിട്ടണമെങ്കിൽ 10-12 മണി കഴിയണം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കേരള ടു ലഡാക്കിൻ്റെ യാത്ര വേണ്ട ഒറ്റയ്ക്കാണ്. ഒരു ടെൻ്റൊക്കെ അടിച്ച് ഏതോ ഒരു സ്ഥലത്ത് രാജസ്ഥാനിലെ ഏതോ ഒരു പെട്രോൾ പമ്പിൽ ഗ്രൗണ്ടിൽ ടെൻ്റൊക്കെ അടിച്ച് അങ്ങനെ സെറ്റായി. നമുക്ക് റൂമിൻ്റെ ചിലവ് നമുക്ക് താങ്ങില്ല. നമുക്കിനൊന്ന് ഉറങ്ങി ഒന്ന് എണീറ്റാൽ മതി, അത്രേ വേണ്ടുള്ളൂ. ഓക്കെ, അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. കേരള ടു ലഡാക്ക് യാത്രയുടെ ബാക്കി കാഴ്ചകൾ നാളെ.